അപ്പൊ എന്റെ എപ്പോഴും ഉള്ളൊരു ഇപ്പൊ നമ്മുടെ മറ്റേ തങ്കമകൻ സിനിമയ്ക്കകത്തൊരു എന്ന സൊല്ല് ആ ഒരു വൈബില്ലേ, ആ ഒരു ഐ എം നോട്ട് ടെല്ലിങ് അങ്ങനത്തെ ഒരു മിഡിൽ ക്ലാസ് ലൈഫ് എനിക്ക് വേണം, സോഷ്യൽ മീഡിയ ലൈഫ് വേണ്ട, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനത്തെ ഒരു സിമ്പിൾ ഹാപ്പി ലൈഫ് വെയർ nobody wants to harm anybody. അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ലൈഫ് ഇല്ലേ, where the husband loves the wife, they have a child, they're happy with the child, they're happy with the mother-in-law, happy with the father-in-law, ആ കൈൻഡ് ഓഫ് ഒരു ലൈഫ് ഇല്ലേ. എനിക്ക് പണ്ട് മുതലേ അത്രയും സിമ്പിൾ ഒരു ലൈഫ് മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ എന്റെ അടുത്ത് പലരും ചോദിക്കും എന്താ ചെയ്യാ സിനിമയിലൊന്നും കയറുന്നില്ല, ആഗ്രഹമില്ല. നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരാൻ ഞാൻ കുറെ കാലം കാത്തിരുന്നു. But then ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് പിടികിട്ടി സിനിമ എന്ന് പറയുന്ന അല്ല ലൈഫ്, അത്രേ ഉള്ളൂ. അത് വന്നു ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ നടക്കാനായിട്ട് അതിന് വേണ്ടി ഒരു ഇത് വേണം. അത് എനിക്ക് പറ്റിയില്ല, എനിക്ക് പോകാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ എന്റെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യണം. ഐ എം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്, ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ്, ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് എ ബേബി, ഐ ക്യാൻ ലീഡ് എ ഫാമിലി. അത് എനിക്ക് ഫീൽ ആയി. ഓൾസോ ഐ എം 26 years old. ഒരു കുഞ്ഞു ഭാവയല്ല ഞാൻ. അവർക്ക് ചെറിയൊരു കൺസേൺ അതായിരിക്കും. അഫ്കോഴ്സ് അതിപ്പോ എന്റെ വീട്ടുകാർക്ക് നാളെ 100 വയസ്സായാലും അവരുടെ കണ്ണിൽ ഞാൻ ബേബി ആയിരിക്കും. എന്നെ അവരെടുത്ത് എന്നെ വളർത്തിയ ആൾക്കാരല്ലേ, അപ്പൊ അവർക്ക് ഞാൻ ബേബി ആയിരിക്കും. പക്ഷെ അവരെ അപ്പൊ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സംഭവം അത് എനിക്കാണ് ആ ചുമതല. അഫ്കോഴ്സ് ഐ എം ഡൂയിങ് ദാറ്റ്. അതിന്റേതായ ഒരു ഷോക്ക് എന്നൊന്നും പറയാനില്ല. പക്ഷെ എല്ലാരും ചോദിച്ചു എന്തുകൊണ്ട് നമ്മളോട് പറഞ്ഞില്ല എന്നുള്ളൊരു സംഭവം. അത് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു, അപ്പൊ എനിക്കിത് പ്രീ പ്ലാൻ ചെയ്ത് നിങ്ങളോട് വന്ന് പറഞ്ഞ അപ്പൊ അങ്ങനെ ഒരു കാര്യം നടന്നില്ലെങ്കിൽ ആര് കിളിയാവും ഞാൻ. അപ്പൊ എനിക്ക് വയ്യ ശശിയാവാൻ, അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല എന്നുള്ളത് പോലെ ആയി. പിന്നെ പുള്ളിക്കാരന്റെ വീട്ടില് പുള്ളിക്കാരന്റെ അമ്മ ചോദിച്ചു ഇത്രേ ഉള്ളൂ, ഏണ്ടാ എന്നെ ഇൻവൈറ്റ് പണല, ഇത്രേ ചോദിച്ചുള്ളൂ, ഏണ്ടാ എന്നെ ഇൻവൈറ്റ് പണല. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ അച്ഛനെ അമ്മേനൊന്നും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് പ്രപ്പോസൽ സീൻ, ഇന്റിമേറ്റ് സീൻ. അപ്പൊ അവന്റെ അമ്മ മറ്റേ ഓ ഇന്റിമേറ്റാ, ഓ എനക്ക് അപ്പടിയെല്ലാം ഫംഗ്ഷൻ എല്ലാം തെരിയാതുങ്ക എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ദിയയുടെ വീട്ടിലായാലും അശ്വിത എല്ലാവർക്കും ഇഷ്ടാവും അല്ലേ. പൊതുവേ എന്റെ സിബ്ലിങ്സ് ആരും പുള്ളിക്കാരനായിട്ട് ക്ലോസ് അല്ല. ബിക്കോസ് ദ തിങ് ഇസ് ദാറ്റ് ഇവൻ ആരുമായിട്ട് അങ്ങനെ ക്ലോസ് അല്ല. എന്റെ അടുത്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ. ആൻഡ് ഇവൻ വേറൊരു പെണ്ണിനോട് 5 മിനിറ്റ് കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജലിയാണ്. അല്ലാതെ ഇവൻ പൊതുവെ സംസാരിച്ചു അല്ല ഇവൻ പൊതുവെ അങ്ങനെ ആരോടും സംസാരിക്കാറില്ല. ഇങ്ങനെ ഒന്നിങ്ങനെ ഇരിക്കും, അവരെന്ത് ചോദിച്ചാലും എന്ന് പറഞ്ഞ. പിന്നെ ഞാൻ തന്നെയാ പറയുന്നത്, എടോ അവർ തന്നെ ഒന്നും ചെയ്യില്ല, സംസാരിച്ചോ ഞാൻ ഇങ്ങനെ പറഞ്ഞ പെൺകുട്ടികളോട് സംസാരിച്ചോ എന്ന് ഞാൻ പറയുന്ന. അപ്പൊ ഇവൻ സംസാരിക്കും അങ്ങനെ. അല്ലാതെ ഹീസ് നോട്ട് വെരി, ഇവൻ എങ്ങനെ ചാടി കയറി എന്നോട് മിണ്ടോ ഞാൻ വലിയൊരു പുള്ളിയാണ് എന്നുള്ള സംഭവം ഒന്നും കാണിക്കില്ല. ഹീസ് ലൈക്ക് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുണ്ടോ സംസാരിക്കും, ഞാൻ സംസാരിക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ സിബ്ലിങ്സിന് അവരുടേതായ ഒരു കൈൻഡ് ഓഫ് ഒരു ബിഹേവിയർ ഉണ്ട്. അവരും ആരോടും ഒന്നും സംസാരിക്കത്തില്ല, ഇവനും അങ്ങോട്ട് സംസാരിക്കില്ല, അങ്ങനെ ഒരു സംഭവം. പക്ഷെ I am pretty sure future if they all sit together and talk like ice breaking in ഒരു സാധനം if they sit and talk for 5 minutes they will be friends because even their personality is such that ആർക്കും ഇവനെ ഇഷ്ടപ്പെടാതിരിക്കില്ല. പാവം ഫെലോ, ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എന്റെ ആന്റി അങ്കിൾ നമ്മൾ ബാംഗ്ലൂരിൽ പോകുമ്പോഴൊക്കെ they have met him many times. എന്റെ കസിൻ ബ്രദേഴ്സ് ഒക്കെ ഇവനായിട്ട് മച്ച കമ്പനിയാണ്. കസിൻ ബ്രദർ കൊച്ചു പയ്യനാ, 10ലും 12ലും പഠിക്കുന്നത്.